രണ്ട് രീതിയിലുള്ള ആൾക്കാരാണുള്ളത്. അതായത് നല്ല രീതിയിലുള്ള എഡ്യൂക്കേഷൻ, വിദ്യാഭ്യാസം നേടിയ ആൾക്കാർ, അതിനനുസരിച്ചിട്ടുള്ള ജോബും പ്രൊഫൈലും ലൈഫ് സ്റ്റൈലുമുള്ള ആൾക്കാർ. പൊതുവെ സമൂഹം അവരെ നല്ല രീതിയിലുള്ള ലക്കി പേഴ്സണായിട്ടാണ് കാണുന്നത്. ആ സ്പെക്ട്രത്തിൻ്റെ മറ്റേ അറ്റത്തുള്ളത് വിദ്യാഭ്യാസം നേടിയിട്ടില്ല, പല കാരണത്താൽ ആയിരിക്കാം അത് നേടാത്തത്. അതുകൊണ്ട് തന്നെ നല്ല ജോബിൽ എത്തിച്ചേരാൻ പറ്റിയിട്ടില്ല, അല്ലെങ്കിൽ നല്ല രീതിയിലുള്ള കരിയർ ഉണ്ടാക്കാൻ പറ്റിയിട്ടില്ല. ഫിനാൻഷ്യലി സ്ട്രഗ്ലിംഗ് ആണ്, പല പ്രോബ്ലംസും ഉണ്ട്. സോ ഇവരെ പൊതുവെ അൺലക്കി പേഴ്സണായിട്ടും സമൂഹം കാണാറുണ്ട്. ഇനി വേറെ രീതിയിലുള്ള ഒരു ക്ലാസിഫിക്കേഷൻ ഉണ്ട്. അതായത് നല്ല രീതിയിലുള്ള എഡ്യൂക്കേഷൻ നേടി നല്ല വിദ്യാസമ്പന്നരാണ്, പക്ഷെ അതിനനുസരിച്ചിട്ടുള്ള ജോബിലേക്ക് എത്തിച്ചേരാൻ പറ്റിയിട്ടില്ല. എഗെയിൻ സമൂഹം ഇവരെ അൺലക്കി പേഴ്സണായിട്ട് പറയാറുണ്ട്. ഇനി ഈ ഒരു രീതിയിലുള്ള ക്ലാസിഫിക്കേഷൻ്റെ മറ്റേ അറ്റം എന്നുള്ളത് കാര്യമായിട്ട് എഡ്യൂക്കേഷൻ നേടിയിട്ടില്ല, ഡിഗ്രി ഒന്നും കയ്യിലില്ല, പക്ഷേ നല്ല ജോബുണ്ട്, അല്ലെങ്കിൽ നല്ല രീതിയിലുള്ള പൊസിഷനുണ്ട്, സാലറി ഉണ്ട്, നല്ല കമ്പനികളിലാണ് ജോലി ചെയ്യുന്നത്, അല്ലെങ്കിൽ സ്വന്തമായി നല്ല രീതിയിലുള്ള ഒരു ഫിനാൻഷ്യൽ റിസോഴ്സ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ആൾക്കാരാണ്. ഇവരെ സമൂഹം അഗെയിൻ വിൽ കോൾ ദം ലക്കി. സോ ഇന്ന് നമുക്ക് മനസ്സിലാക്കാനുള്ളത് ഈ ഒരു കാര്യം തന്നെയാണ്. അതായത് കഴിഞ്ഞ ദിവസങ്ങളിൽ ചെയ്ത ഒരു ലൈവ് സ്ട്രീമിംഗ് ഉണ്ടായിരുന്നു, യൂട്യൂബ് ലൈവ് സ്ട്രീം ആയിരുന്നു. എൻ്റെ മറ്റേ ചാനലാണ് ചെയ്തത്. എഡ്യൂക്കേഷൻ റിലേറ്റഡ് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്ന, കരിയർ ഡിസ്കസ് ചെയ്യുന്ന ഒരു ചാനലുണ്ട്, ദ എഡ്യൂക്കേറ്റർ. അതിൽ ലൈവ് സെഷനിൽ വന്ന ഗസ്റ്റ് ആയിരുന്നു അദ്ദേഹം. എൻ്റെ സ്റ്റുഡൻ്റ് ആയിരുന്നു ഇൻ എൻജിനീയറിംഗ്. പക്ഷേ പല കാരണത്താൽ അദ്ദേഹത്തിന് എൻജിനീയറിംഗ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റാതെ ഡ്രോപ്പ് ചെയ്യേണ്ടതായിട്ട് വന്നു. സോ ഇറ്റ് വാസ് വെരി സാഡ്. വളരെ ബുദ്ധിമുട്ടിയാണ് അദ്ദേഹത്തിൻ്റെ ലൈഫ് ആ ഒരു സമയത്ത് മുന്നോട്ട് നീക്കിയത്. പക്ഷേ ഭാഗ്യവശാൽ ഹി ഗോട്ട് എക്സലൻറ്റ് പാരൻസ് അവർക്ക് സപ്പോർട്ട് കൊടുത്തു. തീർച്ചയായിട്ടും അദ്ദേഹം ചിത്രരചന, വരയിൽ താല്പര്യമുണ്ടായിരുന്നു. പക്ഷേ ജസ്റ്റ് ഡൂഡ്ലിങ്, റഫായി സ്കെച്ച് അങ്ങനെ വരയ്ക്കുന്ന ഒരാളായിരുന്നു. പക്ഷേ അദ്ദേഹം ഈ ഒരു കാര്യത്തിൽ അങ്ങ് പിടിച്ചു. ഡിസൈൻ കാര്യങ്ങളിൽ കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കി, യൂട്യൂബ് വീഡിയോസും മറ്റും നോക്കി നല്ല രീതിയിലുള്ള വർക്ക് ചെയ്യാൻ തുടങ്ങി. നോട്ട് ഫോർ എനി ഫിനാൻഷ്യൽ എന്താ പറയുന്നത്, കാശൊന്നും കിട്ടിയില്ല. പക്ഷേ അദ്ദേഹത്തിൻ്റെതായ ഒരു രീതിയിൽ മുന്നോട്ട് പോയി. ഒരു പോർട്ട്ഫോളിയോ ബിൽഡ് ചെയ്തു. അതായത് എന്താ പറയുന്നത്, ഒരു ഓൺലൈനായി ഒരു പ്ലാറ്റ്ഫോം ഉണ്ടാകും. അതിൽ അദ്ദേഹത്തിൻ്റെ ഡിഫറെൻറ്റ് വർക്ക്സ് എക്സിബിറ്റ് ചെയ്തു. ആദ്യം ലഭിച്ചിരുന്ന വർക്കിൽ കാര്യമായിട്ടല്ല, ഒട്ടും കാശൊന്നും ലഭിച്ചില്ല. പക്ഷേ ഹി ഡിഡ് ഇറ്റ്. സോ പ്രാക്ടീസ് ചെയ്തു, ക്ഷമയോടുകൂടി പ്രാക്ടീസ് ചെയ്തു. ഒരു ജോബ് കിട്ടി, കാശ് ലഭിച്ചില്ല, വീണ്ടും കിട്ടി, ചെറിയൊരു തുക ലഭിച്ചു. അങ്ങനെ മുന്നോട്ട് പോയി. ഇന്ന് അദ്ദേഹം ഒരു കമ്പനിയുടെ, നല്ലൊരു കമ്പനിയുടെ ഡിസൈൻ ഹെഡാണ്. സോ ജസ്റ്റ് സീ ദ പ്രൊഫൈൽ. സോ ഇദ്ദേഹത്തിൻ്റെ കയ്യിൽ എൻജിനീയറിംഗ് പോലുള്ള ഡിഗ്രി ഇല്ല, മറിച്ച് ഒരു ഡിസൈൻ കോഴ്സ് ചെയ്തു. അതുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് നീങ്ങി നല്ല രീതിയിലുള്ള കരിയർ പൊസിഷനിലാണ് ഇദ്ദേഹം ഉള്ളത്. നേരെ മറിച്ച് വേറൊരു വ്യക്തി, പേഴ്സണലി അറിയുന്ന ഒരാളാണ്. ഇവർ എൻജിനീയറിംഗ് കംപ്ലീറ്റ് ചെയ്തു. എന്നിട്ട് പല രീതിയിലുള്ള എക്സാമിനേഷൻസ് ഒക്കെ കൊടുത്തു, എസ്പെഷ്യലി UPSC. പക്ഷേ 4, 5, 6, 7 വർഷം ഇദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു. തുടർന്ന് എൻജിനീയറിംഗ് മേഖലയിൽ ജോബ് നോക്കാനും പോയില്ല, വേറെ തലത്തിലുള്ള കരിയറിലേക്ക് എത്തിച്ചേരേണ്ട അവസ്ഥയിലേക്കും വന്നു. സോ ദിസ് ഈസ് ദ അനദർ സ്പെക്ട്രം. ഓക്കെ, സോ ഡിഗ്രി ഇല്ലാഞ്ഞിട്ടും നല്ല പൊസിഷൻ നേടിയ ആൾക്കാരുണ്ട്. ഡിഗ്രി ഉണ്ടായിട്ടും കാര്യമായിട്ട് ഒരു നല്ല ജോബിൽ എത്തിച്ചേരാൻ പറ്റാത്ത അവസ്ഥയും വരാറുണ്ട്. സോ ഇത് ഞാൻ പറഞ്ഞത് രണ്ട് വ്യക്തികളെ പരിചയപ്പെടുത്താനല്ല, മറിച്ച് രണ്ട് സെനാരിയോസ്, രണ്ട് സന്ദർഭങ്ങളെ നിങ്ങളുടെ മുമ്പിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയാണ്. സോ പോയിന്റ് ഇത് മാത്രമാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ കരിയറിൽ മുന്നോട്ട്, നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വിജയം കൈവരിക്കാൻ ഡിഗ്രി അത്യാവശ്യമല്ല, മറിച്ച് മറ്റു പല സ്വഭാവ ഗുണങ്ങളുമാണ് വേണ്ടത്. ഒബ്വിയസ്ലി ലക്ക് ഇസ് എ മേജർ ഫാക്ടർ. പക്ഷെ ലക്ക് എന്ന് പറയുന്നത് റാൻഡമായിട്ട് വരുന്ന കാര്യമല്ല, മറിച്ച് നിങ്ങൾക്ക് ഉണ്ടായിരിക്കേണ്ട ചില കാര്യങ്ങളാണ്. നേരത്തെ ഞാൻ പറഞ്ഞിരുന്നു ഈ എപ്പിസോഡിൻ്റെ തുടക്കത്തിൽ, ഈ ഡിസൈൻ ഹെഡ് ചെയ്ത ഒരു കാര്യം വളരെ ക്ഷമയോടെ, പേഴ്സിസ്റ്റൻസ്, പ്രാക്ടീസ്, ഇത് അദ്ദേഹം ചെയ്തു.
ദെൻ ഹീ റീച്ച് ദ റൈറ്റ് എന്താ പറയുക റൈറ്റ് ടൈമിൽ റൈറ്റ് പ്ലേസിൽ റൈറ്റ് പീപ്പിളിനെ മീറ്റ് ചെയ്തപ്പോൾ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ വലിയ മാറ്റം സംഭവിച്ചു. സോ ഇത് വലിയൊരു കാര്യം തന്നെയാണ്. അതോടൊപ്പം വേറൊരു പ്രത്യേകമായി മനസ്സിലാക്കേണ്ട കാര്യം, എഡ്യൂക്കേഷൻ എന്നുള്ളത് ശരിക്കും അതൊരു അറിവ് നേടുന്ന ഒരു കാര്യമാണ്. സോ എഡ്യൂക്കേഷൻ നേടുന്നതിൽ കൂടി ഡിഗ്രി കംപ്ലീറ്റ് ചെയ്യുന്നു, PG കംപ്ലീറ്റ് ചെയ്യുന്നു, PhD കംപ്ലീറ്റ് ചെയ്യുന്നു എന്നൊക്കെ പറയുമ്പോൾ ഒരു രീതിയിലുള്ള മൈൽ സ്റ്റോൺ അച്ചീവ് ചെയ്യുകയാണ്. സോ ആ എക്സാമിനേഷൻസിൽ ലഭിക്കുന്ന മാർക്ക് എന്നുള്ളത് നിങ്ങൾ എത്രത്തോളം ആ പ്രോസസ്സ് ഫോളോ ചെയ്തു എന്ന് മാത്രമാണ് നിങ്ങൾക്ക് മനസ്സിലാക്കി തരുന്നത്. അതല്ലാതെ നിങ്ങളുടെ കരിയർ സക്സസിനെ കുറിച്ചോ ലൈഫ് സക്സസിനെ കുറിച്ചോ ഒന്നുമല്ല ആ ഡിഗ്രി നിങ്ങൾക്ക് നേടിത്തരുന്നത്. നേരെ മറിച്ച് പല ജോബിലേക്കും മിനിമം ക്വാളിഫിക്കേഷനായി എഡ്യൂക്കേഷൻ ഡിഗ്രികൾ വരുമ്പോഴാണ് ഈ ഒരു ഫിൽറ്ററിംഗ് പ്രോസസ്സിൽ കൂടി എഡ്യൂക്കേറ്റഡ് ആയ ആൾക്കാർക്ക് നല്ല പൊസിഷൻ ലഭിക്കാനുള്ള സാധ്യത വരുന്നത്. പക്ഷേ എഗെയിൻ പല കമ്പനികളും നിങ്ങളുടെ സ്കില്ലാണ് നോക്കുന്നത്, എത്രത്തോളം സ്കിൽഫുള്ളാണ്, എത്രത്തോളം കേപ്പബിളാണ് നിങ്ങൾ എന്നാണ് നോക്കുന്നത്. അതോടൊപ്പം അറിവിനോടൊപ്പം അല്ലെങ്കിൽ അറിവിനേക്കാളും കൂടുതൽ വിലമതിക്കുന്ന പല കാര്യങ്ങളുമുണ്ട്. ബേസിക്കലി നിങ്ങളുടെ കമ്മ്യൂണിക്കേഷനാണ്. കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുമ്പോൾ നിങ്ങളുടെ ലാംഗ്വേജിലുള്ള ആ ഒരു ആധികാരികതയല്ല, മറിച്ച് നിങ്ങൾ എത്രത്തോളം പ്ലസൻ്റായി പോസിറ്റീവായി സംസാരിക്കുന്നു അല്ലെങ്കിൽ കൺവേ ചെയ്യുന്നു, കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു. അതോടൊപ്പം നിങ്ങൾ എന്താണ് സംസാരിക്കുന്നത് അല്ലെങ്കിൽ എന്താണ് നിങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്, എങ്ങനെയാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്, എപ്പോഴാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്, എന്ത് നിങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നില്ല എന്നൊക്കെയുള്ളത് വളരെ വളരെ ക്രിട്ടിക്കൽ പാർട്ടാണ് ഫോർ എ മീനിങ് ഫുൾ കമ്മ്യൂണിക്കേഷൻ. അതിനെ നല്ല രീതിയിൽ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന ഒരാൾക്ക് ഫോർമലായിട്ടുള്ള അല്ലെങ്കിൽ അക്കാഡമിക് ആയിട്ടുള്ള എഡ്യൂക്കേഷൻ ഇല്ലെങ്കിലും തീർച്ചയായിട്ടും കരിയറിൽ സക്സസ് കൊണ്ടുവരാൻ പറ്റും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. നേരെ മറിച്ച് നിങ്ങൾക്ക് എഡ്യൂക്കേഷൻ ഇല്ലാതെ അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ്റെ ആ ഒരു ഉപാധി ഇല്ലാതെ നിങ്ങൾ ജോബിലേക്ക് കടക്കുമ്പോൾ തീർച്ചയായിട്ടും ഈ രീതിയിലുള്ള സോഫ്റ്റ് സ്കിൽസൊക്കെയാണ് നിങ്ങളെ ഹൈലൈറ്റ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുവരുന്നത്. വളരെ നല്ല എഡ്യൂക്കേറ്റഡ് ആണ്, ഈവൻ PhD ഉണ്ട്, പക്ഷേ പ്രോപ്പറായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ മോഡില്ലെങ്കിൽ അല്ലെങ്കിൽ ആ രീതിയിലുള്ള ഒരു ബോധമില്ലെങ്കിൽ തീർച്ചയായിട്ടും അത് നിങ്ങളെ കരിയറിൽ വളരെ മുന്നോട്ടൊന്നും കൊണ്ടുപോകാനും പോകുന്നില്ല. ഇൻ സമ്മറി പറയാനുള്ളത് ഇത്ര മാത്രമാണ്. കരിയർ, ലൈഫ്, ജോബ്സ്, ഏർണിംഗ് എന്നൊക്കെയുള്ളത് നമുക്ക് എഡ്യൂക്കേഷൻ കൊണ്ടോ നോളജ് കൊണ്ടോ മാത്രമല്ല അളക്കാൻ പറ്റുന്നത്, മറിച്ച് ഹൗ ബെറ്റർ ഹ്യൂമൻ ബീയിങ് വി ആർ, ഹൗ ഇമ്പാക്ട്ഫുൾ എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ബെറ്റർ എന്ന് പറയുമ്പോൾ നല്ല മനുഷ്യൻ എന്നല്ല പറഞ്ഞത്, മറിച്ച് നിങ്ങൾക്ക് എത്രത്തോളം ഇൻഫ്ലുവൻഷ്യൽ ആകാൻ പറ്റുന്നു, എന്ത് അറിയുന്നു എന്നുള്ളതിനേക്കാളും കൂടുതൽ ആരെയാണ് നിങ്ങൾക്കറിയുന്നത് എന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ പൊതുവെ സെയിൽസിലും മാർക്കറ്റിങ്ങിലും ബിസിനസ് ഡെവലപ്മെൻറ്റിലൊക്കെ ഈ ഒരു കാര്യം എപ്പോഴും എടുത്തു പറയുന്നതാണ്. നിങ്ങൾക്ക് എന്തറിയുന്നു എന്നുള്ളത് ഒബ്വിയസ്ലി ഇമ്പോർട്ടൻ്റ് ആണ്, പക്ഷെ അതിനേക്കാൾ എത്രയോ കൂടുതൽ ഇമ്പോർട്ടൻ്റ് എന്നുള്ളത് ആ ഡിസിഷൻ മേക്കേഴ്സിനെ നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ്. സോ അങ്ങനെ ഇമ്പാക്ട്ഫുള്ളായി മുന്നോട്ട് പോയാൽ മാത്രമേ നിങ്ങൾക്ക് നിങ്ങളുടേതായ ആ ഒരു കമാൻഡിങ് പവർ കൊണ്ടുവരാൻ പറ്റുകയുള്ളൂ. സോ ഡിഗ്രി അത്യാവശ്യമാണോ നമ്മുടെ കരിയർ വിജയത്തിന്, നമ്മുടെ ജീവിത വിജയത്തിന്? ഒന്നുകൂടി ആലോചിക്കുക. അതോടൊപ്പം ഈ ഒരു എപ്പിസോഡ് ഈ ഒരു ചാനലിൽ ഇടാൻ കാരണം, എഡ്യൂക്കേഷൻ റിലേറ്റഡ് കരിയർ റിലേറ്റഡ് ഒരു ചാനൽ അവിടെ ഉള്ളപ്പോൾ മാറി ഇവിടെ ഇടാനുള്ള കാരണം എന്നുള്ളത് തീർച്ചയായിട്ടും ഇത് എഡ്യൂക്കേഷന് വലിയ പ്രാധാന്യം കൊടുക്കേണ്ട ആവശ്യമില്ല, മറിച്ച് അതിനേക്കാൾ കൂടുതൽ പല കാര്യങ്ങളും അറിഞ്ഞിരിക്കേണ്ടതായിട്ടുണ്ട്. സോ നിങ്ങൾ അല്ലെങ്കിൽ നിങ്ങളുടെ കുട്ടി, ഇഫ് ദാറ്റ് പേഴ്സൺ 1, 2, 3, 4, 5, 6 റാങ്ക് കിട്ടിയില്ലെങ്കിലും അവർ തീർച്ചയായിട്ടും വിജയം കൈവരിക്കാൻ സാധ്യതയുണ്ട്, പ്രൊവൈഡഡ് ആ എത്രത്തോളം എഡ്യൂക്കേഷനിൽ കുറവ് മാർക്കുണ്ടോ അല്ലെങ്കിൽ എത്രത്തോളം എഫേർട്ട് ഇട്ടിട്ടാണ് ആ 1ാം റാങ്ക് നേടുന്നത്, ആ എഫേർട്ട് കുറച്ച് ആ എഫേർട്ട് ഉണ്ടല്ലോ, ആ ഒരു അധികം വരുന്നൊരു എഫേർട്ട്, ആ എഫേർട്ട് നല്ല രീതിയിൽ പെരുമാറാൻ, നല്ല രീതിയിൽ ആൾക്കാരുമായി ബന്ധം ബിൽഡ് ചെയ്യാൻ, കാത്തു സൂക്ഷിക്കാൻ, നല്ല രീതിയിലുള്ള കമ്മ്യൂണിക്കേഷൻ ഉണ്ടാക്കിയെടുക്കാൻ, നല്ല രീതിയിലുള്ള ഒരു ആംബിയൻസ് ബിൽഡ് ചെയ്യുന്ന നല്ലൊരു മനുഷ്യനായി മുന്നോട്ട് വരാൻ പറ്റുക,
അങ്ങനെയുള്ള ലൈഫ് സ്കില്ലിനെ കുറിച്ച് പഠിക്കാനുള്ളൊരു സാഹചര്യം ആസ് എ പാരൻറ്റ് നിങ്ങൾക്ക് നൽകാൻ പറ്റുകയാണെങ്കിൽ അത് ആ കുട്ടിയുടെ ജീവിതത്തിൽ വലിയൊരു വിജയമായിരിക്കും. അഗെയിൻ, ഇഫ് യു ആർ എ സ്റ്റുഡൻറ്റ് വാച്ചിങ് ദിസ് വീഡിയോ, നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾക്ക് എഡ്യൂക്കേഷനിൽ അല്ലെങ്കിൽ കോഴ്സ് ചെയ്യുമ്പോൾ ആ 1ാം റാങ്കോ 2ാം റാങ്കോ അല്ലെങ്കിൽ 90% + മാർക്ക് നേടുന്നതിനേക്കാളും ഇമ്പാക്റ്റ്ഫുള്ളായിട്ടുള്ളത് തീർച്ചയായിട്ടും നിങ്ങൾ നേടുന്ന ഈ എംപ്ലോയബിലിറ്റി സ്കിൽസും ഹ്യൂമൻ സ്കിൽസും സോഷ്യൽ ബിഹേവിയറൽ ക്യാരക്ടറിസ്റ്റിക്സ് ബിൽഡ് ചെയ്യുക എന്നൊക്കെയുള്ള കാര്യങ്ങളാണ്. ഈവൻ ഇഫ് യു വാണ്ട് ടു സ്പോക്കൺ ഇംഗ്ലീഷ് പോലെയുള്ള ക്ലാസ്സുകളിൽ ചേരാം. പക്ഷേ അഗെയിൻ ആസ് ഐ സെഡ്, ഫ്ലൂവൻസി അല്ല, മറിച്ച് ഇമ്പാക്റ്റ്ഫുൾനെസ്സാണ് നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ്റെ ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ അതിൻ്റെ വാല്യൂ നിർണ്ണയിക്കുന്നത്. സോ നിങ്ങളുടെ അഭിപ്രായം എന്താണ്? കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. താങ്ക് യു ഫോർ വാച്ചിങ്. ഹാവ് എ ഗ്രേറ്റ് ഡേ.